ഹലോ വിവേഴ്സ്, റിനി നിഷാന്ത് ഫ്രം മീത്തൂസ് ബൊട്ടീക്ക്. അപ്പം ഞാൻ ഇന്നൊരു നല്ലൊരു പാനൽ കട്ട് കുർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ വേറെ ഇത് വന്നിരിക്കുന്നത് തന്നെയാണ്. നല്ല മെറൂൺ കളറിൽ പീച്ച് പിങ്ക് പ്രിൻ്റായിട്ട് വന്നിട്ടുള്ള, വേറെ നമ്മൾ പാച്ച് വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ആ ഒരു മെറൂൺ പ്രിൻ്റഡ് ക്ലോത്ത് മാത്രം. പിന്നെ ഇതിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ലൈനിങ് കൊടുക്കാതെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കാണ് കേട്ടോ. പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ സിൽക്കാണ് വരുന്നത് മെറ്റീരിയൽ. പാനൽ കട്ടാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ബാക്ക് വരുന്നത് സെയിം ഫ്രണ്ടിൽ കൊടുത്ത സെയിം പാനൽ തന്നെയാണ് ബാക്കിലും പോയിരിക്കുന്നത് കേട്ടോ. 3/4 സ്ലീവാണ്, റൗണ്ട് നെക്കാണ്. ബാക്കും റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 47 ലെങ്ത് വരുന്നുണ്ട്. 47 എപ്പോഴും നമ്മൾ 47 ലെങ്ത് തന്നെയാണ് കൊണ്ടുവരാറ്. പിന്നെ മീഡിയം ടു 3XL വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ്. ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓൾ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 മാത്രമാണ്. പറഞ്ഞു ലൈനിങ് കൊടുത്തിട്ടില്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിന് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. 350 മാത്രമാണ്. മീഡിയം ടു 3XL വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ്. ഭംഗിയില്ലേ കാണാൻ? അതിൻ്റെ ഫ്രഷ് പീസ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫ്രഷ് പീസ്. ക്ലോസർ വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെയാണ് പ്രിന്റ്. റൗണ്ട് നെക്കാണ് കേട്ടോ. 3/4 സ്ലീവാണ്. 47 ലെങ്ത് ഉണ്ട്. മീഡിയം ടു 3XL വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ്. 350 ആണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ്. മെറൂൺ നമ്മുടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. പിന്നെ കുറേ ദിവസം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പാനൽ കട്ട് കൊണ്ടുവരുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പാനൽ കട്ട് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് കേട്ടോ. റീസണബിൾ റേറ്റ് ആണ്. 350 മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ നിങ്ങൾ ഓർഡർ തരുന്നതിന് മുമ്പ് ഡിസ്ക്രിപ്ഷൻ കൂടി ഒന്ന് വായിച്ച് നോക്കുക. ഡീറ്റെയിൽസ് അതിൽ പോയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഓർഡർ തരിക കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-12 ദിവസമായി. അപ്പം നമ്മൾ ആ ഡയറ്റിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഡയറ്റ് എടുത്തിട്ട് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ. നമ്മൾ ന്യൂ ഇയർ ഇതായിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മാറ്റം, പക്ഷേ ഹെൽത്തിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് കൺട്രോൾ ഇല്ല, എക്സസൈസ് ഇല്ല, എക്സ്ട്രാ സപ്ലിമെൻ്റ് ഒന്നും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഡയറ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റ്. ഷുഗർ തീരെ പാടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട, അപ്പം നമ്മൾ ശരീരത്തിൽ ഷുഗർ വേണ്ടേന്ന് വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ കഴിക്കുന്ന മിക്ക ഭക്ഷണത്തിനകത്ത് ഷുഗർ ആഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എഡീഷണൽ ഷുഗർ നമുക്ക് വേണ്ട. അപ്പം നമുക്ക് കേക്ക്, ബിസ്ക്കറ്റൊന്നും തീരെ കഴിക്കാൻ പാടില്ല. പിന്നെ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കുക. ഇപ്പോൾ ചായ കോഫി കഴിക്കുന്ന കൂട്ടരുണ്ടാവും. അപ്പോൾ അവരും ഷുഗർ ഇല്ലാതെ അത് കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് തന്നെ ചായ കോഫി വേണ്ടെന്ന് വെക്കുക. പിന്നെ ഒരു ഷുഗറും നമ്മൾ അഡീഷണൽ ആയിട്ട് കഴിക്കാൻ പാടില്ല. ജ്യൂസ് വേണ്ട. പിന്നെ അപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ ഷുഗർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ഫ്രൂട്ട് എന്ന കണക്കിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുഡ് നമ്മൾ യാതൊരുവിധ കൺട്രോളും ഇല്ല കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശന്നിട്ട് മാത്രം ഫുഡ് കഴിക്കുക. 1 by 1 ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് പിന്നെ എപ്പോഴാണ് വിശക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഭക്ഷണം കഴിക്കുക. അല്ലാതെ പിന്നെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. അങ്ങനെ ചെയ്യുക. പിന്നെ നൈറ്റിലെ ഫുഡും കുറച്ച് നേരത്തെ കഴിക്കുക. കുറച്ച് നേരത്തെ തന്നെ കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പിൽ ഉറങ്ങാൻ നോക്കുക കേട്ടോ. അത്ര തന്നെ. അല്ലാതെ നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ജങ്ക് ഫുഡ് ഒഴിവാക്കിക്കളയാം. ബാക്കിയുള്ള എന്ത് ഫുഡും നമുക്ക് കഴിക്കാം. കഴിക്കുന്നതിന് എക്സ്ട്രാ സപ്ലിമെൻ്റ് ഒന്നും നമ്മൾ കഴിക്കുന്നില്ല. ഷുഗർ മാത്രം നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ മതി. അപ്പം നമുക്ക് നല്ല വെയിറ്റ് ലോസ്, നന്നായിട്ട് വെയിറ്റ് ലോസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ എന്താണ് തോന്നുന്നത് എനിക്കറിയില്ല.
എനിക്ക് വെയിറ്റ് കുറഞ്ഞത് മാതിരി ഫീൽ ആവുന്നുണ്ട്. ഞാൻ വെയിറ്റ് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും എനിക്കത് ഫീൽ ആവുന്നുണ്ട് ഞാൻ ഷുഗർ കംപ്ലീറ്റ് വേണ്ടെന്ന് വെച്ചപ്പോഴത്തേക്ക്. പിന്നെ ഞാനും എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. പിന്നെ ഈവനിങ് ഫുഡ് നേരത്തെ കഴിക്കും. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ഞാൻ ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ട്. ഒരു ഫ്രൂട്ട് ചിലപ്പോൾ 2 ഫ്രൂട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുക. ഒരുപാട് സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ടിലാകുമ്പോൾ ഒരു ഫ്രൂട്ടിൽ ഒതുക്കുക, അല്ലാത്തത് നമ്മൾ കൂടുതൽ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രം ഓർത്താൽ മതി. ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കുക. ബിസ്ക്കറ്റൊന്നും തീരെ കഴിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും, അത്യാവശ്യത്തിന് കഴിക്കണം. അങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഷുഗർ അങ്ങനെ കഴിക്കേണ്ടത് സിറ്റുവേഷൻ വന്നാൽ കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ശ്രദ്ധിക്കുക, ഷുഗർ തീരെ വേണ്ട. അത് തന്നെ, ഷുഗർ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മളെ വെയിറ്റ് നന്നായിട്ട് കുറയും കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക, ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. അപ്പോൾ വിശക്കട്ടെ അപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ ഡയറ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എനിക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോ അത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയറ്റ് നല്ല ഹെൽത്തി ഡയറ്റാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ ഒരുപാട് ഡയറ്റിൻ്റെ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ, നല്ലതാണെന്ന് തോന്നുമെങ്കിൽ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഒരുപാട് ഡയറ്റുകളുണ്ട്, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പം എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തത് കേട്ടോ. അപ്പം വേറെ ഇതിൻ്റെ എഡീഷണൽ എന്തെങ്കിലും ഡയറ്റിൻ്റെ പ്ലാനിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യും. അപ്പോൾ എൻ്റെ കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.